വിദേശ വിദ്യാഭ്യാസം ആരംഭിച്ചപ്പോൾ മുതൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന ഒരു രാജ്യമാണ് UK. കോവിഡിന് ശേഷം UK വിസയ്ക്ക് വൻ ഡിമാൻഡാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉള്ളത്. എന്നാൽ പല വിദ്യാർത്ഥികൾക്കും വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതായും പലരും അതിനായി ഏറെ വർഷങ്ങൾ കാത്തിരുന്നതായും കാണാം. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കിടയിൽ UK ഇത്രയും പോപ്പുലർ ആയത്? നമുക്ക് നോക്കാം. വിദേശ വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയുന്ന ട്യൂഷൻ ഫീസും വ്യത്യസ്തമായ കോഴ്സുകളും നിരവധി യൂണിവേഴ്സിറ്റികളും UKയിലുണ്ട്. പഠനശേഷം മികച്ച കമ്പനിയിൽ ജോലി ലഭിക്കും. അതുപോലെ പഠനത്തോടൊപ്പം നല്ല വരുമാനത്തിൽ പാർട്ട് ടൈം ജോലി ലഭിക്കും എന്നതും UKയുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ UKയിലേക്ക് വരാൻ ആവശ്യക്കാർ കൂടുതലുണ്ടെന്ന് പറയുന്നതിൽ അതിശയം തോന്നുന്നില്ല. 2025 ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 7ാം സ്ഥാനത്തെത്തിയ ലണ്ടൻ ബിസിനസ് സ്കൂൾ, ഇംപീരിയൽ ബിസിനസ് സ്കൂൾ, ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സെയ്ദ് ബിസിനസ് സ്കൂൾ, കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ജഡ്ജ് ബിസിനസ് സ്കൂൾ തുടങ്ങിയിടത്തേക്ക് പഠിക്കാൻ വരാൻ ആവശ്യക്കാർ കൂടുതലാണ്. അതുപോലെ ഉയർന്ന ബിരുദമുള്ളവർക്ക് UKയിൽ വൻ തൊഴിലവസരങ്ങളുമുണ്ട്. മാനേജ്മെന്റ്, കൺസൾട്ടിംഗ്, ഫിനാൻസ്, അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സുകളോ സ്റ്റാർട്ടപ്പുകളോ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടെയാണ് UKയിൽ വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിങ്ങൾക്ക് UKയിൽ പഠിക്കാൻ വരണമെങ്കിൽ നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന പരീക്ഷകൾ എഴുതണം. ഉദാഹരണത്തിന് IELTS പോലുള്ള കോഴ്സുകൾ പാസ്സാകേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, നിങ്ങൾ പഠന വിസയ്ക്ക് അപേക്ഷ നൽകണം. അതിനായി നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അല്ലാത്തവർ ആദ്യം അതിന് അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ വിസയ്ക്ക് അപേക്ഷിക്കാൻ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് എന്ന ഫോം നിർബന്ധമായും വേണം. മറ്റ് ആവശ്യ രേഖകളും നിങ്ങൾ നിർബന്ധമായും കയ്യിൽ കരുതണം. വിദ്യാർത്ഥികൾക്ക് 525 പൗണ്ടാണ് ഇതിനായി ചെലവ് വരുന്നത്. ഇത് ഓരോ രാജ്യങ്ങളെ അപേക്ഷിച്ച് മാറി വരും. കൂടാതെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ ഏകദേശം 3 ആഴ്ചകൾ വരെ സമയമെടുത്തേക്കാം. സാങ്കേതിക വിദ്യാ സംബന്ധമായ മേഖലകളിൽ പഠിക്കാനോ ഗവേഷണം നടത്താനോ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ടെക്നോളജി അപ്രൂവൽ സ്കീം സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ബിസിനസ് സ്കൂൾ അപേക്ഷകർക്ക് ഇത് ബാധകമല്ല. അതുപോലെ UKയിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ട്യൂഷൻ ഫീസും ജീവിത ചെലവും വഹിക്കാൻ ആവശ്യമായ പണമുണ്ടെന്നുള്ളതിന്റെ തെളിവ് കാണിക്കണം. 9 മാസം വരെയുള്ള ലണ്ടനിലെ കോഴ്സുകൾക്ക് പ്രതിമാസം 1483 പൗണ്ടും ലണ്ടനിന് പുറത്തുള്ള കോഴ്സുകൾക്ക് പ്രതിമാസം 1136 പൗണ്ടും കാണിക്കണം. അതുപോലെ നിങ്ങൾ UKയിലേക്ക് പഠിക്കാൻ വരുന്നതിന് മുൻപ് ഏതെങ്കിലും കോഴ്സുകൾക്ക് ഫീസും ജീവിത ചെലവും സ്പോൺസർഷിപ്പായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോൺസറുടെ കയ്യിൽ നിന്ന് അപേക്ഷയ്ക്ക് രേഖാമൂലമുള്ള സമ്മതം നേടണം. UK സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ എത്ര രൂപ ചെലവ് വരും? 2025 ജൂൺ വരെ UK സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് 524 പൗണ്ടാണ്. അതുപോലെ മിക്ക വിദ്യാർത്ഥികളും അവരുടെ UK സ്റ്റുഡന്റ് വിസ അപേക്ഷയുടെ ഭാഗമായി ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജ് നൽകേണ്ടതുണ്ട്. അതിനായി ഒരു വിദ്യാർത്ഥി പ്രതിവർഷം 776 പൗണ്ട് നൽകണം. നിങ്ങൾ 6 മാസത്തിൽ കുറവുള്ള കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഈ തുക അടയ്ക്കേണ്ടതില്ല. വിദ്യാർത്ഥി വിസ പ്രോസസ് ചെയ്യാൻ എത്ര സമയമെടുക്കും? സാധാരണയായി 3 ആഴ്ചകളാണ് മന്ത്രാലയം പറയുന്നത്. നിങ്ങൾ UKയ്ക്ക് പുറത്തുള്ള രാജ്യത്ത് നിന്നാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ആരംഭിക്കുന്നതിന് 6 മാസം മുൻപെങ്കിലും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. നിങ്ങൾ UKയിൽ നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ആരംഭിക്കുന്നതിന് 3 മാസം മുമ്പ് അപേക്ഷിച്ചാൽ മതിയാകും. UKയിൽ സ്റ്റുഡൻ്റായി പോകുമ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുമോ? അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? UKയിൽ പഠന വിസയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. പിന്നീട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളെയും പഠിക്കുന്ന കോളേജുകളെയും ആശ്രയിച്ച് ഇതിൽ എന്തെങ്കിലും സമയമാറ്റം വരും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.